എന്താ പറയുക, ഇന്ത്യ ഫ്ലാഗാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമുക്കൊരു പേപ്പർ വേണം. ഒരു പേപ്പർ എടുത്താൽ ഒരു പേപ്പർ പോരാ. ആദ്യം നിങ്ങളൊരു പേപ്പർ എടുത്തുള്ള വെക്കുക. എന്നൊരു പേപ്പർ ഡിസ്മിസിങ് ആയി പോയിട്ടുണ്ട്. ഒരു മിനിറ്റ് വെക്കുക. അപ്പോൾ നമുക്ക് ബാക്കി 2 പേപ്പേഴ്സ് ഉണ്ട്. നമുക്ക് ഈ 2 പേപ്പേഴ്സ് വെച്ച് ബാക്കി ക്രാഫ്റ്റ് ചെയ്യാം. ഇപ്പോൾ പഴയ പേപ്പർ പോലെ ഇരിക്കുന്നുണ്ട്. ഈ പേപ്പർ നമുക്ക് വേണ്ട. അപ്പോൾ നമ്മളൊരു പേപ്പർ 2 പേപ്പേഴ്സ് കണ്ടിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ ഇന്ത്യൻ ഫ്ലാഗ് ഉണ്ടാക്കാൻ ഇന്ത്യൻ ഫ്ലാഗ് നമുക്ക് ഏറ്റവും മെയിൻ തിങ് ആദ്യം വേണ്ടത് നമുക്കൊരു കമ്പാണിത്. അപ്പോൾ കമ്പ് ആദ്യം ഉണ്ടാക്കണം. നിങ്ങൾ ആദ്യം ഇങ്ങനെ മടക്കുക. ഞാൻ ലോയിലെടുത്ത് മീഡിയത്തില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് മടക്കി കൊണ്ടിരിക്കാം. നമുക്കിത് മടക്കി ഒരു ലോയിൽ ഇതുണ്ട്. ഇനി എത്ര കാറ്റടിക്കില്ല. ഇങ്ങനെ മടക്കി ഇങ്ങനെ സ്ക്വയർ ഷേപ്പിൽ ഞാൻ മടക്കി കാണിച്ചു തരാം. നിങ്ങളൊന്ന് മടക്കുക പ്ലീസ്. ഇത് അത്യാവശ്യമാണ്. നമുക്ക് അറിഞ്ഞൂടാന്ന് പറയല്ലോ. ഇത് ഭയങ്കര പാടാണ് ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ആരെങ്കിലും കാണും. ഞാൻ മേഡ് ഫോക്സ് ആരും കണ്ടില്ലേ. ഒരു ഫോക്സിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആദ്യം നിങ്ങൾ ഇത് കാണണ്ടേ, എന്നിട്ടല്ല അത് കാണണം. അങ്ങനെ നമുക്ക് മനസ്സിലാവും നിങ്ങൾ ആരും കണ്ടില്ല. അപ്പം ഞാനാണെങ്കിൽ മടക്കിക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് പൊസിഷൻ. ഇങ്ങനെയാണ് ഇന്ത്യൻ ഫ്ലാഗിൻ്റെ ആ കമ്പിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇച്ചിരി ഗ്ലൂവിൻ്റെ ആവശ്യം വരും ഇത് സ്റ്റിക്ക് ചെയ്യാനായിട്ട്. എനിക്ക് ഇച്ചിരി ഗ്ലൂ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് ഈ സൈഡിൽ നിന്ന്. നമുക്ക് ഇവിടെ ഇങ്ങനെ തേക്കാം. ഓക്കെ, ഇതാണിത്. ഇവിടെ വെച്ച് ഇങ്ങനെ ഗ്ലൂ കമ്പയർ ചെയ്ത് കൊടുക്കുക. ദശരക്ക് ഒരു ചരില്ലേ, ഒരു കാരൻ ചരില്ലേ, ഒഴിക്കുകയാണ്. വിടറേ ഞാൻ അവിടെ ഇച്ചിരി തേച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളുടെ പേജ് ഫുള്ള് പേപ്പർ ഇച്ചിരി ഗ്ലൂ തേച്ചിട്ടുണ്ട്. നമുക്കിതിങ്ങനെ ഒട്ടിക്കാം. നമുക്ക് ഒട്ടിച്ചിട്ടുണ്ട്. നമുക്കിങ്ങനെ ഒരു ഫ്രീ പേപ്പർ വേണം. അങ്ങനെ സ്റ്റിക്ക് ഇങ്ങനെയാണ് ഇരിക്കുക. സ്റ്റിക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതിങ്ങനെ സ്റ്റിക്ക് ഇങ്ങനെ ഇരിക്കുന്നത് നമുക്ക് ഫ്ലാഗിൻ്റെ ആ പണി നോക്കാം. നമുക്ക് കത്രി വേണം ഗൈസ്. പിന്നെ കത്രി എടുത്തിട്ട് നമുക്ക് പേപ്പർ കിട്ടിയിട്ടുണ്ട്. കത്രി കിട്ടിയിട്ടുണ്ട്. നമുക്ക് കീറാം. ഞാൻ പറഞ്ഞ പാകം ഇങ്ങനെയാണ്. എൻ്റെ ആ കറക്റ്റ് പാകം. ഇത്രയുണ്ട് വൈറ്റ് ഇത്രയും സെൻറ്റിമീറ്റർ ഉണ്ട്. ഇതിൻ്റെ താഴെ ഇത് വെച്ച് നോക്കാം.
ഇത് ഇത്രയുണ്ട്. ഇതിന് കാട്ടിയുണ്ടല്ലോ. നമുക്കിപ്പം ഈ പീസ് തൽക്കാലത്തേക്ക് കീറിക്കളയാം. നിങ്ങൾ എൻഡിൽ കാണും നമുക്ക് എന്താ പൊട്ടത്തരം ചെയ്യാൻ പോണേന്ന്. എൻഡിൽ നമുക്ക് മനസ്സിലാവുന്ന എന്താ പൊട്ടത്തരം ചെയ്യുന്നതെന്ന്. നമ്മൾ ഈ ഒരു പേപ്പർ കീറിക്കളഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഈ ഇന്ത്യൻ ഫ്ലാഗിൻ്റെ ഈ സംഭവം കീറിക്കളയാം. ഇത് നമുക്കിനി ആവശ്യമില്ല, വരുന്നില്ല. നമുക്കിനി കളർ ടൈം. കളർ ജൂഡ്. നമുക്ക് ഗ്രീൻ ഉണ്ട്. ഈ ഗ്രീനാണ്, ഈ ഗ്രീൻ. നമ്മളതിന് ഇന്ത്യൻ ഫ്ലാഗ് ഇപ്പം സെറ്റാവും ഗൈസ്. ഇന്ത്യൻ്റെ കാര്യം കൊണ്ട് തോറ്റി ഗൈസ്. ഇതാണ് ഞാൻ ഫ്രണ്ട് ഭാഗമാക്കുന്നത്. ആ ഭാഗമാക്കുമ്പം ആ ഭാഗത്തിൻ്റെ കത്രിക എടുക്കുക, ഇവിടെ വെച്ചിട്ട് ഇവിടെ എടുക്കുക. നമുക്ക് കളർ ടൈം തുടങ്ങാം. ഇഷ്ടമുള്ള രീതിക്ക് നിങ്ങൾക്ക് കളർ അടിക്കാം. അപ്പോൾ നമ്മൾ കളർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ ഇന്ത്യൻ ഫ്ലാഗിൻ്റെ കളർ ഇങ്ങനെ ഇരിക്കും. ബട്ട് നമുക്ക് ഇത് മാത്രമല്ല, നമുക്ക് എന്തോ ഉണ്ട്. അതെ, കറക്റ്റ്. ഇനി ഒന്നും ഇല്ലാന്ന് ചിലവർ വിചാരിച്ചിട്ടുണ്ടാവും. ചിലവർ എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട്. ആ സമയം നമുക്ക് അതിൻ്റെ നടുക്കൊരു സർക്കിൾ വരയ്ക്കണ്ടേ. അതാരും വരയ്ക്കാതെ ഇരുന്നാൽ എല്ലാവരും പറയും ഇതെന്തോ ഇന്ത്യൻ ഫ്ലാഗ്. എനിക്ക് ഈ ഇന്ത്യൻ ഫ്ലാഗ് മനസ്സിലായില്ല എന്ന് എല്ലാവരും പറയും. അയ്യോ അയ്യോ നമ്മൾ സർക്കിൾ വരയ്ക്കാൻ പോകണം. നോക്കിക്കോ നിങ്ങളെല്ലാവരും. നമ്മൾ ഇന്ത്യൻ ഫ്ലാഗ് ഇങ്ങനെയാണ്. നമുക്ക് വേണ്ട കമ്പ് ഫിക്സ് ചെയ്യാം. ഒക്കെ ഇങ്ങനെ വയ്ക്കാം. ഇങ്ങനെ വയ്ക്കാമോ, ഇങ്ങനെ വയ്ക്കാമോ, ഇങ്ങനെ വയ്ക്കാം അല്ലേ. എനിക്ക് വെച്ചിട്ട് ഫേസ് നമുക്ക് ഇങ്ങനെ വയ്ക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് ഗ്ലൂ വേണ്ടല്ലേ. നമുക്ക് വേറൊരു ഐറ്റം എടുക്കാം. അമ്പേത്തെ ഐറ്റം. എനിക്കൊരു പ്രശ്നമുണ്ട്. നമ്മുടെ വീട്ടിൽ സ്റ്റാപ്ലർ ഉണ്ടെങ്കിൽ സ്റ്റാപ്ലർ വെച്ച് ഒട്ടിക്കാൻ ചെയ്യാം. എൻ്റെ വീട്ടിൽ സ്റ്റാപ്ലർ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ തൽക്കാലത്തേക്ക് ഇപ്പം ഇങ്ങനെ ചെയ്തേ. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് ഗ്ലൂ അഡ്ജസ്റ്റ് ചെയ്യാം. ഗ്ലൂ ഒക്കെ മതി. അതുകൊണ്ട് ഇവിടെ നിന്ന് ഗ്ലൂവാ, ഈ ഗ്ലൂ വന്ന് ഒക്കെ വേണ്ട. ഇവിടെ വേണ്ടിട്ട്
ഇങ്ങനെ തേച്ച് തേച്ച് ഇതിൻ്റെ വണ്ണം എത്ര, സൈസ് എത്ര? എൻ്റെ സൈസ് ഇത്രയുണ്ട്. ഇത്രയും തന്നെ ഉണ്ടല്ലേ. പിന്നെ തോന്നിക്കും പോയി സെക്യൂരിറ്റി. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ഫ്ലാഗ് കഴിഞ്ഞ് വെരി ഹാപ്പി ആയിട്ട് നമ്മൾ ഇന്ത്യൻ ഫ്ലാഗ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇന്ത്യൻ ഫ്ലാഗൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇന്ത്യൻ ഫ്ലാഗ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാം, നല്ലതാണോ ചീത്തയാണോ എന്ന്. എൻ്റെ കൈ ഒന്ന് കഴുകിയിട്ട് തരാം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ഫ്ലാഗ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കാണ്ട എവിടെ ഇച്ചിരി ഗ്ലൂ ഒക്കെ ഇരിക്കണം, നമുക്ക് തുടച്ച് കളയാം. പവർ വെച്ചിട്ടിരിക്കുന്നത് എൻ്റെ കൈ